Hi friends and welcome to the users segment. In the Edipalli in the NSS Karayoga President Mr. Gopinathan ആണ് എന്നെ ജോയിൻ ചെയ്തിരിക്കുന്നത്. So welcome to the show sir. Sir, Vespa സ്വന്തമാക്കിയിട്ട് എത്ര നാളായി? ഞാനിപ്പോൾ ഒരു 20 മാസത്തോളം ഇത് മേടിച്ചിട്ട്. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സെക്കൻഡ് വേരിയൻ്റ് ആണ്. ഇത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 2-3 വേരിയൻ്റ് ഇതിന് ഇറങ്ങിയ ശേഷം ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. So sir, നേരത്തെ വെസ്പ യൂസ് ചെയ്തിട്ടുണ്ടോ? ബിക്കോസ് വെസ്പ ഒരു ബ്രാൻഡ് നെയിം മാത്രമല്ല നല്ല പാരമ്പര്യമുള്ള ഒരു വണ്ടിയാണ്. സോ നേരത്തെ വെസ്പ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്കിൻ്റെ ബേസിസിലാണ് പുതിയ വെസ്പ എടുത്തത്. തീർച്ചയായിട്ടും നേരത്തെ തന്നെ ഇത് LML ഇറങ്ങിയ സമയത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. LML വെസ്പ എന്ന് പറഞ്ഞ് മുമ്പ് ആ വണ്ടി എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ ഇത് അതേ രീതിയിലുള്ള ക്വാളിറ്റി കാണും എന്ന് വിചാരിച്ച് തന്നെ എടുത്തത്. പക്ഷേ അത് ഇതും കൂടി നമുക്ക് കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫാർ ബെറ്ററാണ്. സർ, പഴയ വെസ്പയിൽ നിന്നും ഇപ്പോൾ പുതിയ വന്നിരിക്കുന്ന വെസ്പയിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് പവർ വൈസും അതുപോലെ തന്നെ ഫീച്ചർ വൈസും ഒക്കെ സാറിന് എന്താ ഡിഫറൻസ് തോന്നുന്നു? പക്ഷേ അത് ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് സെൽഫ് സ്റ്റാർട്ടർ എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ലെഗ് സ്പേസ് കുറച്ചുകൂടി ഇത് ഹെവി ആയിട്ട് തോന്നുന്നു. പിന്നെ അതിൻ്റെ ആകൃതിയിൽ തന്നെ ഒരു വലിയ വ്യത്യാസമായിട്ട് കാണുന്നുണ്ട്. കുറച്ചുകൂടി കംഫർട്ടായിട്ട് തോന്നുന്നത് ഇതാണ്. കാരണം മറ്റേ അതിൻ്റെ ആ ഷേപ്പിൽ തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട്. മറ്റേ സൈഡ് കവറൊക്കെ ഉരുണ്ടതാണ്. അതേമാതിരി ഈ ഇത് ലൈറ്റ് മറ്റേ ബോഡിയിലാണ്. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്പോൾ ഇതിനുണ്ട്. സെൽഫ് സ്റ്റാർട്ടറാണ്. അപ്പോൾ നമുക്ക് ഉപയോഗത്തിനും വളരെ ഏറെ നല്ല കാര്യങ്ങൾ ഈ പുതിയതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പുതിയതെടുത്തത്. കാരണം പ്രത്യേകിച്ച് നമുക്ക് പഴയതിൽ പിന്നെ പുള്ളിങ് പവറിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ആ നമ്മളിരിക്കുന്നതിൻ്റെ ആംഗിള് അതും ഇത് കുറച്ചും കൂടി കംഫർട്ടായിട്ട് തോന്നും. സർ, ഈ സെഗ്മെൻറ്റിൽ പല കമ്പനീസ് ധാരാളം മോഡൽസ് ഇറക്കുന്നുണ്ട്. ആൻഡ് കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞാൽ വെസ്പയുടെ പ്രൈസ് ഇത്തിരി കൂടുതലാണ്. ആൻഡ് സ്റ്റിൽ സർ വെസ്പ ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിൽ വല്ല ഇമ്പോർട്ടൻറ്റ് റീസണോ അല്ലെങ്കിൽ വല്ല സ്പെഷ്യൽ അട്രാക്ഷൻ എന്തെങ്കിലും ഉണ്ടോ? സത്യത്തിൽ ഇതിൻ്റെ പ്രൈസ് കുറച്ച് കൂടുതലാണ്. കാരണം ഇതിൻ്റെ മെയിൻ ബോഡി എസ്എസ് മെറ്റീരിയലാണെന്നൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ വില കുറച്ച് കൂടുതൽ തന്നെയാണ്. അത് കമ്പനി കുറയ്ക്കുകയായിരിക്കും നല്ലത്. കാരണം ഇത് കൂടുതൽ മാർക്കറ്റ് പിടിക്കണമെന്നുണ്ടെങ്കിൽ വിലയിൽ വ്യത്യാസമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വണ്ടി ബാക്കിയെല്ലാം കംഫർട്ടബിളാണ്. പക്ഷേ വില കുറച്ച് കൂടുതലായിട്ടാണ് എനിക്കും അനുഭവപ്പെട്ടത്. എന്നിട്ട് ഞാൻ ഇത് തന്നെ മേടിക്കാനുള്ള കാരണം നോക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മറ്റേ ബൈക്കിൽ തന്നെ ഹെവി ബുള്ളറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സ്കൂട്ടറിലേക്ക് ഞാൻ അന്വേഷിച്ചപ്പോൾ ഉള്ളിലേക്ക് ഏറ്റവും കൂടുതൽ ഹെവി വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ഇതായിട്ട് തോന്നി, വെയിറ്റ് കൊണ്ടും മറ്റേ ബാക്കി ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് ഞാനിത് സെലക്ട് ചെയ്തു. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ആ കാര്യത്തിൽ. നമ്മളെ സംബന്ധിച്ചുള്ള ലെഗ് സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് എത്ര ലോങ് പോയാലും നമുക്ക് നടുവിന് ആ ബുദ്ധിമുട്ട് വരുന്നില്ല. പിന്നെ ജർക്കിംഗ് ഇല്ല. ഒരു നല്ലൊരു വണ്ടിയായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. സോ ഒരു നല്ല പവർഫുൾ ആൻഡ് ഗിയർലെസ് വെഹിക്കിളാണ് നിങ്ങളിപ്പോൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ സർ, ഇതിൻ്റെ യൂസേജ് പാറ്റേൺ ഒക്കെ എങ്ങനെയാണ്? ഡെയിലി യൂസ് ആണോ? വീട്ടിൽ ഫാമിലി മെമ്പേഴ്സൊക്കെ യൂസ് ചെയ്യാറുണ്ടോ? സാധാരണ ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സ്കൂട്ടറാണ്. എനിക്ക് 4 വീലറുണ്ട്. പക്ഷെ നമ്മളിപ്പോഴത്തെ സിറ്റി റൈഡൊക്കെ ഉപയോഗിച്ച് നോക്കിയാൽ ഏറ്റവും കംഫർട്ട് സ്കൂട്ടറാണ്. നമുക്ക് സമയത്തിന് എത്താനൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നല്ലൊരു സ്കൂട്ടർ വേണമെന്ന് വിചാരിച്ച് ബുള്ളറ്റ് അതിൻ്റെ കാലം കഴിഞ്ഞുകൊണ്ടാണ്, എനിക്ക് കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടാണ് ഞാൻ ശരിക്കും സ്കൂട്ടറിലേക്ക് വന്നതാണ്. സ്കൂട്ടറിൽ ഏറ്റവും നല്ല ഇതാണെന്ന് ഞാൻ അന്വേഷണത്തിൽ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഡെയിലി യൂസിന് എനിക്കിപ്പോൾ ഇത് വളരെ കംഫർട്ടായിട്ട് തോന്നുന്നു. കാരണം സെൽഫ് സ്റ്റാർട്ടറും ബാക്കി കൺട്രോളും മറ്റേ ലെഗ് സ്പേസ് ഇതെല്ലാം എനിക്ക് വളരെ നന്നായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കംപ്ലയിൻറ്റ് തോന്നുന്നില്ല. വീട്ടിൽ പിന്നെ എനിക്ക് വൈഫും മോൻ്റെ വൈഫും ഉള്ളൂ. അപ്പോൾ മോനിടയ്ക്ക് കൊണ്ടുപോകുന്നല്ലാണ്ട് വീട്ടിൽ 4 വീലറുള്ളതുകൊണ്ട് ചിലപ്പോൾ അതായിരിക്കും കൊണ്ടുപോകുക. ബാക്കി ഇടയ്ക്ക് വല്ല പെങ്ങളാരെങ്കിലും എടുത്തുകൊണ്ട് പോയെങ്കിലുള്ളൂ. ഇല്ലെങ്കിൽ ഇത് സെൽഫ് യൂസിന് ഉപയോഗിക്കാറ്. സർ, സോ വെസ്പയുടെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ മൈലേജ് ആൻഡ് ഇപ്പോൾ മെയിൻ്റെനൻസും സർവീസിൻ്റെ കുറിച്ചൊക്കെ സാറിൻ്റെ എന്താ അഭിപ്രായം? ഫീച്ചേഴ്സും ബാക്കിയെല്ലാം നന്നായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് 2-3 മേജർ കംപ്ലയിൻറ്റ് പറയാനുള്ളത്, ഒന്ന് ഇത് 2 സീറ്റഡ് ആണെങ്കിലും ബാക്കിലിരിക്കുന്ന ആളുടെ കാല് റെസ്റ്റ് ചെയ്യാനുള്ള ഫുഡ് റെസ്റ്റ് ഇല്ല. അതൊരു മെയിൻ ഇതാണ്. പിന്നെ നമ്മുടെ ആ ലഗേജ് വയ്ക്കാനുള്ള സീറ്റിൻ്റെ അടിയിൽ അത് ഭയങ്കരമായിട്ട് ഹീറ്റാവും. ബാക്കി എല്ലാ രീതിയിലും നമ്മൾ സാറ്റിസ്ഫൈഡാണ്. കാരണം പുള്ളിങ്ങിൻ്റെയും പവറിൻ്റെയും മറ്റേ ലെഗ് സ്പേസ് ഇതെല്ലാം നമ്മൾ സാറ്റിസ്ഫൈഡാണ്. പക്ഷേ ഈ 2-3 കംപ്ലയിൻ്റ് അത് പിന്നീട് മാറ്റുന്നവർ പറയണു. പക്ഷേ മാറ്റുമെന്ന് എനിക്കറിയില്ല. മൈലേജ് കമ്പനി 60 കിലോമീറ്ററാണ് പെർ ലിറ്റർ പറയണത്. പക്ഷെ നമുക്കൊരു മാക്സിമം ഒരു 45 കിലോമീറ്റർ വരെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിന് മുകളിലേക്ക് വരുന്ന കമ്പനി പറയുന്നു. പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ സർവീസ് സെൻറ്റർ ഒഴിച്ച് നോക്കിയാൽ ബാക്കിയെല്ലാം നമുക്ക് സാറ്റിസ്ഫൈഡ്. പിന്നെ ഈ മേജർ 2-3 ഡിഫക്റ്റുകളും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല പക്കാ സ്കൂട്ടറായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സർ, ഇത്രയും ഇൻഫർമേറ്റീവ് ആൻഡ് നൊസ്റ്റാൾജിക് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് താങ്ക് യു സോ മച്ച്.
എൻ്റെ പേര് സംഗീത് ബഷീർ എന്നാണ്. ഞാൻ എറണാകുളം എടപ്പള്ളിയിൽ താമസിക്കുന്നു. ഞാൻ പഠിക്കുന്നത് ലക്ഷ്യ സിയ ക്യാമ്പസിലാണ്. IPCC ചെയ്യുന്നു ഇപ്പോൾ. ഇതെൻ്റെ ബജാജ് പൾസർ 200 NS ആണ്. 200cc സെഗ്മെൻറ്റിൽ വരുന്ന ബൈക്കാണ്. ഇതിൽ ചെയ്തിരിക്കുന്ന ഗ്രാഫിക്സ് ചെയ്തിരിക്കുന്നത് ഫോക്സ്ലോ ഗ്രാഫിക്സ് ആണ്. അവരുടെയാണ് ഈ തീമും ഐഡിയയും കളർ ചൂസിങ്ങും ഫുൾ ഗ്രാഫിക്സ് ഡിസൈനിങ് എല്ലാം ചെയ്തിരിക്കുന്നത് അവരുടെയാണ്. ഇതിൽ ചെയ്തിരിക്കുന്ന അഡീഷണൽ വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന ബോഡി പെയിൻറ്റിംഗ് അല്ല, ഗ്രാഫിക്സ് ആണ് ചെയ്തിരിക്കുന്നത്. സ്റ്റിക്കറിംഗ് ആണ്. പിന്നെ കൂടാണ്ട് ഫ്രണ്ട് പ്രൊജക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ NSൻ്റെ സ്റ്റോക്ക് മഡ് ഫ്ലാപ്പിൽ നിന്ന് വ്യത്യസ്തമായി R15 വെർഷൻ 2യുടെ മഡ് ഫ്ലാപ്പാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിലെ ഗാർഡിങ് വരുന്നിരിക്കുന്നത്. പിന്നെ അലോയ്സും എൻജിൻ മാറ്റ് ഫുൾ കളറിങ് ചെയ്തിട്ടുണ്ട്. ഈ ബൈക്ക് എനിക്ക് എൻ്റെ അമ്മയാണ് വാങ്ങിച്ചു തന്നത്. ഇതിനു മുമ്പ് ഞാൻ ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്കായിരുന്നു യൂസ് ചെയ്തത്. ഇതെൻ്റെ ഫസ്റ്റ് ബൈക്കാണ് ഞാൻ ഓൺ ചെയ്യുന്നത്. പ്രത്യേകിച്ച് അമ്മ വാങ്ങിച്ചു തന്നതുകൊണ്ട് എനിക്കിതൊരു യുണീക്കായിട്ട് വെക്കണം. മീൻസ് ഞാനിത് ഇപ്പോൾ 3 years 4 years ഞാൻ മിക്കവരും ഇപ്പോൾ ഉള്ളവർ ബൈക്ക് സെല്ല് ചെയ്യാറാണ് പതിവ്. പക്ഷേ എനിക്കിത് സെല്ല് ചെയ്യാൻ അത്രയ്ക്കും താല്പര്യമില്ല, ഒട്ടും താല്പര്യം തന്നെ ഇല്ല. കാരണം അമ്മ വാങ്ങിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് എക്കാലം യുണീക്കായിട്ട് വെക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് ബൈക്സിൽ നിന്നും പ്രത്യേകിച്ച് സ്റ്റോക്ക് NSൽ നിന്നും വ്യത്യസ്തമായ എന്തെങ്കിലും യൂണീക്നെസ് ബൈക്കിന് വേണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഫോക്സ്ലോയിൽ ചെന്നതും അവിടുത്തെ ചേട്ടൻ എനിക്ക് ഇങ്ങനത്തെ ഒരു തീമും കാര്യങ്ങളും പറഞ്ഞു തന്നത്. അങ്ങനെ എനിക്ക് അവരത് കാണിച്ചു തന്നു. കമ്പ്യൂട്ടറിലിട്ട് അതിൻ്റെ ഫുൾ സ്കെച്ച് കാണിച്ചു തന്നു. അതിനുശേഷമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ആ വർക്ക് ഫിക്സ് ചെയ്യാൻ കാരണം. ഫസ്റ്റ് ബൈക്കിൻ്റെ കളർ ചെറി ബ്ലാക്ക് ആയിരുന്നു. അതിനുശേഷം ഒരു 1 year ഞാൻ സ്റ്റോക്ക് കണ്ടീഷനിലെ ബൈക്ക് കൊണ്ടു കടന്നു. എറണാകുളത്തെ 6th ബൈക്കായിരുന്നു എൻ്റെത്. അപ്പോൾ ആ ടൈമിൽ ഫസ്റ്റ് 2 weeks നല്ല അട്രാക്ഷൻ ആയിരുന്നു. പിന്നെ ബൈക്ക് എറണാകുളം സിറ്റിയിൽ ഫുൾ എല്ലാവരും എടുത്തു തുടങ്ങിയപ്പോൾ പിന്നെ ആ ഒരു അട്രാക്ഷൻ പോയി. പിന്നെ 1 year കഴിഞ്ഞപ്പോൾ ടോട്ടലി ബൈക്ക് അതിനെ മൊത്തത്തിലൊരു ശ്രദ്ധ ആർക്കും ഉണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞാണ് ഞാൻ ഈ ഗ്രാഫിക്സ് ചെയ്തത്. അതിനുശേഷം വീണ്ടും നല്ല അട്രാക്ഷൻ നല്ല റെസ്പോൺസ് ആയിരുന്നു എല്ലാവരും. ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, നേക്കഡ് വൂൾസ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് 200 NS ഓണേഴ്സിന് വേണ്ടി മാത്രമുള്ള എക്സ്ക്ലൂസീവ് ഗ്രൂപ്പാണ്. ഞങ്ങളുടെ ആക്ടിവിറ്റീസ് മീറ്റ്സും ട്രിപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഞങ്ങളുടെ Facebook ID ഈസ് നേക്കഡ് കേരള പൾസർ 200 NS ഓണേഴ്സ് ക്ലബ് നേക്കഡ് വൂൾസ് എന്നാണ്. അത് സെർച്ച് ചെയ്ത് ജോയിൻ റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ NS ഓൺ ചെയ്യുന്ന ആർക്കും അതിൽ ആഡ് ചെയ്യാം. പിന്നെ ഞങ്ങളുടെ ഒപ്പം ട്രിപ്സിനും പിന്നെ മീറ്റപ്സിനും ഒക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. The sun is setting beautifully, as you can see, and this is also an end of another episode on Hot Wheels. Until next time, it's me Natasha signing off.